GT350, Boss 302, Boss 429. പെട്രോൾ ഹെഡ്സിന് ഈ പേരുകളെല്ലാം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ സ്റ്റാർ ആരാണ്. യെസ്, ദ വൺ ആൻഡ് ഓൺലി ഫോർഡ് മസ്റ്റാങ്. 1964 ഇത് വിപണിയിലെത്തിയത് ഫോർഡ് കമ്പനി നടത്തിയ റിസർച്ചിന്റെ ആധാരമായാണ്. കമ്പനി നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയത് ആളുകൾക്കൊരു സ്പോർട്സ് കാർ വേണം താനും, എന്നാൽ സ്പോർട്സ് കാറുകൾക്ക് തരാൻ പറ്റാത്ത സൗകര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വയ്യ എന്നാണ്. അതായത് സ്മൂത്ത് അല്ലാത്ത റൈഡും ചെറിയ സ്പേസും മോശമായ വെതർ പ്രൊട്ടക്ഷനുമെല്ലാം അവർക്കൊരു പ്രശ്നമായിരുന്നു. ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് ഫോർഡ് മസ്റ്റാങ് രംഗത്തെത്തിയത്. ലോഞ്ച് ചെയ്ത ആദ്യ ദിവസം തന്നെ 22,000 യൂണിറ്റുകളാണ് വിറ്റുപോയത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് അടുത്ത ഏതാനും ദിവസങ്ങളിൽ ഫോർഡ് മസ്റ്റാങ്ങിന് വേണ്ടി ഒരു നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. ആളുകൾക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാറാണ് ഫോർഡ് മസ്റ്റാങ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രിയമായതുകൊണ്ടാവാം ഗോൾഡ് ഫിംഗർ, ഡയമണ്ട്സ് ഫോർ എവർ എന്ന ജെയിംസ് ബോണ്ട് ഫിലിംസിലൊക്കെ ഈ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വൺസ് എ സൂപ്പർ സ്റ്റാർ ഓൾവേസ് എ സൂപ്പർ സ്റ്റാർ. ദാറ്റ്സ് ഫോർഡ് മസ്റ്റാങ്, ജസ്റ്റ് ഫോർ യു. ടയർ സ്മോക്കിൻ്റെ ഏറ്റവും ഹോഴ്സ് പവർ കൂടിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1964 ഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർഡ് മസ്റ്റാങ് എന്ന് പറയുന്ന അവരുടെ പോണി കാറായ സ്പോർട്സ് കാർ മസ്റ്റാങ്ങിൻ്റെ 2017 മോഡലിലാണ് നമ്മൾ ഇന്നുള്ളത്. മസ്റ്റാങ് GT 5.0 എന്ന് പറയുന്ന മസ്റ്റാങ്ങിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പോർട്സ് കാർ പോലെ അല്ലെങ്കിൽ സ്പോർട്സ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അതികായനായ ഒരു വാഹനത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ലോകത്ത് സ്പോർട്സ് കാറുകളെക്കുറിച്ച് പറയുമ്പോൾ 3 മെയിൻ കാറ്റഗറീസാണ് എല്ലാവരും പറയാറുള്ളത്. ഒന്ന് യൂറോപ്യൻ സ്പോർട്സ് കാർ, സെക്കൻഡ് ജാപ്പനീസ് സ്പോർട്സ് കാർ, ആൻഡ് തേർഡ് ഈസ് അമേരിക്കൻ സ്പോർട്സ് കാർ അല്ലെങ്കിൽ മസിൽ കാർ എന്നാണ് സാധാരണഗതിയിൽ വിളിക്കാറ്. അമേരിക്കയിലെ കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ബേസിക് ഫിലോസഫി പറഞ്ഞാൽ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യൂബിക് ഇഞ്ചസ്. അതായത് എഞ്ചിൻ്റെ കപ്പാസിറ്റിക്ക് ക്യൂബിക് ഇഞ്ചസിന് വേറൊന്നിനും മാറ്റം വെക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിയാണ് അമേരിക്കൻ കാർ മാനുഫാക്ചേഴ്സിന് പണ്ട് മുതലേ ഉള്ളത്. അത് കാരണം തന്നെ 8 സിലിണ്ടറുള്ള V8 എഞ്ചിൻസും വലിയ കപ്പാസിറ്റി, അതായത് 5000 cc 6000 cc ഒക്കെ ഉള്ള കാറുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ. ആൻഡ് യൂഷ്വലി ദ ഫോർമാറ്റ് ഇസ് ഫ്രണ്ടിൽ ഒരു ആവശ്യത്തിൽ കൂടുതൽ പവറും സൈസും ഉള്ള ഒരു എഞ്ചിൻ ഇൻ ദ ഫ്രണ്ട്, റിയർ വീൽ ഡ്രൈവ്, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബോഡി. ആ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചത് ഫോർഡ് മസ്റ്റാങ് ആണ്. ഫോർഡ് മസ്റ്റാങ് 1964 ഇവർ റിലീസ് ചെയ്യുമ്പോൾ ദേ വർ എക്സ്പെക്റ്റിംഗ് ഒരു 1,00,000 കാറൊക്കെ വിറ്റ് പോകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ രാജമാണിക്യം പണ്ട് പറഞ്ഞ പോലെ ഫോർഡിന് തെറ്റിയടേ. ആദ്യത്തെ വർഷം തന്നെ 4,00,000 കാറുകളാണ് അമേരിക്കക്കാർ വാങ്ങിച്ചു കൂട്ടിയത്. ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ 22,000 വണ്ടികളുടെ സെയില് അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സസിൽ ഷോറൂമിൻ്റെ മുന്നിൽ ലേലം വിളികൾ നടന്നു എന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. വണ്ടി മേടിക്കാൻ വേണ്ടി എക്സ്ട്രാ പ്രീമിയം ഞാൻ ഇത്ര കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ലേലം പറഞ്ഞ് വണ്ടി മേടിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊരു രസകരമായ കഥ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ടി മേടിച്ച ആൾ ചെക്ക് കൊടുത്തിട്ട് കാറ് മേടിച്ച് കാറിനകത്ത് തന്നെ കിടന്നുറങ്ങി രാത്രി ഫുള്ള്. കാരണം ആ ചെക്ക് ക്ലിയറായി വരുന്നതിൻ്റെ ഉള്ളിൽ ഈ കാറ് വേറെ ആരും വാങ്ങിക്കരുത് എന്നുള്ള ഒരു പേടിയിൽ അത്രയും ഈ കാറിനെ അമേരിക്കൻസ് സ്നേഹിച്ചിരുന്നു. പിന്നെ അമേരിക്കൻ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ 3/4 ആൾക്കാർക്കും ഓർമ്മ വരുന്ന കാറുകളുടെ എണ്ണത്തിൽ ഫസ്റ്റ് കാറ് അധികവും ഫോർഡ് മസ്റ്റാങ് ആയിരിക്കും. കാരണം ഫോർഡ് മസ്റ്റാങ്ങിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ബാക്കിയുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ സ്പോർട്സ് കാർസും പുറത്തു വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഷെവർലെയുടെ കോർവെറ്റ്, ഷെവറിയുടെ കെമാറോ, അതേപോലെ ഡോഡ്ജിൻ്റെ ചാർജർ, പ്ലൈമൂത്തിൻ്റെ ബറക്കൂഡ, അതേപോലെ റോഡ് റണ്ണർ, അങ്ങനെ ഒരുപാട് കാർസ് പിന്നീട് വരാനുള്ളൊരു പ്രചോദനമായത് ഫോർഡ് മസ്റ്റാങ് ആണ്. ജാപ്പനീസ് സ്പോർട്സ് കാറുകളിൽ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ടൊയോട്ട സെലിക്ക, നമ്മുടെ സൂപ്പറയുടെയൊക്കെ ഒരു പിതാമഹനായിട്ട് ടൊയോട്ട സെലിക്കയുടെ ഡിസൈന് പോലും ഈ ഫോർഡ് മസ്റ്റാങ്ങിനെ കോപ്പി അടിച്ചുകൊണ്ടായിരുന്നു. മസ്റ്റാങ്ങിൻ്റെ ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഉണ്ട്. 1969 ഇറങ്ങിയ മസ്റ്റാങ് ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുന്ന 427 427 ക്യൂബിക് ഇഞ്ചുള്ള ഫോർഡ് വിൻസർ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ഫോർഡ് മസ്റ്റാങ് ആണ്.
ഒരു പക്ഷേ മൂവി ഹിസ്റ്ററിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോർഡ് മസ്റ്റാങ്. ബുള്ളറ്റ് എന്ന് പറയുന്ന മൂവിയിൽ സ്റ്റീവ് മക്യൂൺ യൂസ് ചെയ്യുന്ന ആ കാറും അന്നത്തെ 1969 ഒരു ഡോഡ്ജ് ചാർജറും തമ്മിലുള്ള ഒരു ചേസ് സീനുണ്ട്. ദാറ്റ് ഈസ് സ്റ്റിൽ ഇപ്പോൾ കൂടെ നോക്കിയാൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് കാണുന്ന ഒരു ചേസ് സീനാണ് അത്. ഓൾറെഡി ഹിറ്റായി നിൽക്കുന്ന മസ്റ്റാങ്ങിൻ്റെ അമേരിക്കൻ സ്പോർട്സ് കാർ എന്നുള്ള അതിൻ്റെ ഒരു ഇമേജിനെ അത് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. അതിനുശേഷം ജെയിംസ് ബോണ്ട് പടത്തിനകത്ത് ഒരു വൈറ്റ് ടോപ്ലെസ് മസ്റ്റാങ്, ഒരു കൺവേർട്ടിബിൾ മസ്റ്റാങ് കാണിച്ചിട്ടുണ്ട്. അഗെയിൻ അത് യൂറോപ്പിലും ആ ഒരു കാരണം കൊണ്ട് തന്നെ കാറിന് കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കൂടാൻ തുടങ്ങി. ഫോർഡ് മസ്റ്റാങ് അങ്ങനെ യൂഷ്വലി പിന്നെ ഫോർഡിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാറുകളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമായിരുന്നു ഫോർഡ് മസ്റ്റാങ്. പിന്നീട് 6 ജനറേഷനുകളും വന്നു. ഇതിപ്പോൾ 6ാമത്തെ ജനറേഷനിലുള്ള വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1969 ഫാസ്റ്റ് ബാക്കിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് ഒന്ന് ജെയിംസ് ബോണ്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഫോർഡ് മാർക്ക് 1 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബോഡി സ്റ്റൈൽ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ഫേമസ്. അതിനുശേഷം 80s തുടക്കത്തിൽ ഫോക്സ് ബോഡി സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ലെവൽ ഇതിൽ വന്നു, ഒരു ഡിസൈൻ ടൈപ്പ് ഇതിനകത്ത് വന്നു. അതിപ്പം വാഹനപ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഡ്രിഫ്റ്റുകാരുടെ കാണപ്പെട്ട ദൈവമായ, ഡ്രിഫ്റ്റ് ഫാൻസിനെ കാണപ്പെട്ട ദൈവമായ കെന്നത്ത് ബ്ലോക്കിൻ്റെ കയ്യിൽ ഒരു ഫോർഡിൻ്റെ ഫോക്സ് ബോഡി മസ്റ്റാങ്. അത് വെച്ചിട്ടാണ് കെൻ ഹൂൺസ് കെൻ റിപ്സ് ദുബായ് എന്നൊക്കെ പറയുന്നത്, ലണ്ടനിലും ഇവിടെയൊക്കെ പുള്ളി ആ ഒരു മസ്റ്റാങ് ഇട്ടിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സീൻസ് ഇറ്റ്സ് വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൽപ്പെട്ടൊരു സാധനമാണ്. അതിനുശേഷം ലേറ്റ് 90s ഫോർഡ് കെയിം ബാക്ക് ടു ഒരു പഴയ ലുക്കിലേക്ക്, അതായത് റൗണ്ട് ഹെഡ് ലാംപ്സിൻ്റെ ലുക്കിലേക്ക് ഫോർഡ് തിരിച്ചു വന്നു. ആ വണ്ടികളിൽ ഇങ്ങനെ നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ റിലീസ്ഡ് 2010 തോന്നുന്നു, ഐ എം നോട്ട് വെരി ഷുവർ, ഇപ്പോൾ ഉള്ള ഈ 5.0 എന്ന് പറയുന്ന കോയോട്ടി എൻജിൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന എൻജിനോട് കൂടിയ മസ്റ്റാങ് സീരീസ് ഇറങ്ങിയത്. ഈ കോയോട്ടി എൻജിൻ എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ മോഡുലാർ എൻജിൻ സീരീസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് എൻജിൻസാണ്. പണ്ടുണ്ടായിരുന്ന ഈ 427 എന്ന് പറയുന്ന കോബ്ര ജെറ്റ് എൻജിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫോർഡിൻ്റെ ഒരു എൻജിൻ സീരീസാണ് കോയോട്ടി. വിൽ ഹാവ് എ സ്മോൾ ഡെമോ. ഓക്കെ, ഇതാണ് റെസ്പോൺസ്, എൻജിൻ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ അടിച്ചു എന്ന് ചോദിച്ചാൽ മതി. യു വിൽ നെവർ നോ. എൻജിൻ സ്പീഡ് കൂടുന്നതും ഇതിറക്കുന്നതും നമ്മൾ അറിയത്തില്ല. ആൻഡ് നമ്മളെ പിന്നെ കൂടുതലായിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ താല്പര്യപ്പെടുത്തും. ആൻഡ് ഇറ്റ് ഇസ് വെരി സേഫ് ഓൾസോ. ഇനീഷ്യലി ആദ്യകാലത്തെ ഫോർഡ് മസ്റ്റാങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഹാൻഡ്ലിങ് കുറച്ച് മോശമാണ്, ഇടയ്ക്കിടയ്ക്ക് പിന്നെ വണ്ടി ആക്സിഡൻ്റ് ആവും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഐ ബിലീവ് ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ വണ്ടീനേക്കാൾ കൂടുതൽ ഡ്രൈവറാണ് ഉത്തരവാദി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം പിന്നെ 1965 ഈ വണ്ടി റിലീസ് ആവുന്ന ടൈമിലാണ് 1965 ഫോർഡ് വേഴ്സസ് ഫെറാറി എന്നുള്ള മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കുടിപ്പക, അതായത് ഫോർഡും ഫെറാറിയും തമ്മിൽ. ഫെറാറിയെ മേടിക്കാൻ ഫോർഡ് ശ്രമിച്ചു, ഫോർഡിനെ ഫെറാറി പുച്ഛിച്ചു. അപ്പോൾ ഫെറാറിയുടെ ഗെയിമിൽ തന്നെ പോയി അടിക്കണം, അവൻ്റെ കളത്തിൽ ചെന്ന് അവനെ തോപ്പിക്കണം എന്നുള്ള വാശിയിൽ 24 hours ലീമാൻസ് റേസിൽ പങ്കെടുക്കുകയും ആ വർഷം ഫെറാറിനെ തോൽപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ആ റേസിൻ്റെ വിജയം കൈവരിക്കാൻ ഉണ്ടായിരുന്ന മെയിൻ കാരണം കരോൾ ഷെൽബി എന്ന് അറിയപ്പെടുന്ന കാർ ട്യൂണിങ് ലോകത്തിലെ അനദർ ഡെമിഗോഡാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം ഹീ കെയിം ടു മസ്റ്റാങ് കാണാനിടയായി. ആൻഡ് ഹീ ഹാഡ് എ ഐഡിയ. പുള്ളി പിന്നെ 427 കോബ്ര ജെറ്റ് എന്ന് പറയുന്ന എൻജിൻ എടുത്തിട്ട് ഫോർഡ് മസ്റ്റാങ്ങിനകത്ത് ഫിറ്റ് ചെയ്തു. ആൻഡ് ദസ് വാസ് ബോൺ മസ്റ്റാങ്ങിൻ്റെ ഷെൽബി വേർഷൻ. ഷെൽബി GT 350 GT 500 കാറുകൾ ഉണ്ടായി തുടങ്ങിയത് അങ്ങനെയാണ്. ഗോൺ ഇൻ 60 seconds എന്ന് പറയുന്ന നിക്കോളസ് കേജ് അഭിനയിച്ച ഒരു പടം നമ്മളെല്ലാവരും ലേറ്റ് 90s നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് വരുന്ന എലനോർ എന്ന് പറയുന്ന ഒരു കാറുണ്ട്. എലനോർ എന്ന് പുള്ളി സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു മസ്റ്റാങ്ങിൻ്റെ വേർഷനുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി എ ഷെൽബി GT. ആ ഷെൽബി GTയുടെ എലനോർ എന്നുള്ള ആ ഒരു വണ്ടി അതിൻ്റെ സ്വപ്നം കാണാത്ത ആരും, ഈ ഒരു മില്ലിയനത്തിൻ്റെ തുടക്കം മുതൽ സിനിമ കാണുന്ന, അമേരിക്കൻ പടങ്ങൾ കാണുന്ന ആർക്കും ആ വണ്ടി കാണാതിരിക്കാനുള്ള സാധ്യതയില്ല, ആ വണ്ടിക്ക് വേണ്ടി ആഗ്രഹിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. എലനോർ GT പിന്നീട് അത്
ദാറ്റ് വാസ് സോ സക്സസ്ഫുൾ. ആ മൂവിയിലുള്ള ആ വെർഷൻ വാസ് സോ സക്സസ്ഫുൾ. ഫോർഡ് ആ ഒരു രീതിയിലുള്ള വണ്ടികൾ ഉണ്ടാക്കി വിൽക്കാനുള്ള ലൈസൻസ് ഒരു കമ്പനിക്ക് കൊടുത്തു. ദോസ് വേർഷൻസ് ആർ സ്റ്റിൽ മെയ്ഡ്. ഇപ്പോഴും ആ മോഡൽ വണ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫൈറ്റർ പ്ലെയിനിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കൺട്രോൾസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് മസ്റ്റാങ്ങിനുള്ളത്. ഓഫ് കോഴ്സ് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 കുതിരകളാണുള്ളത്. ഒന്ന് ഫെറാറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കുതിരയും പിന്നെ ഈ ഓടുന്ന മസ്റ്റാങ്ങിൻ്റെ കുതിരയും. ആ ലോഗയുണ്ട്. ആൻഡ് ABS ഉള്ള ഒരു റൗണ്ട് കൺസോൾ വിത്ത് ഹോണൊക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. ലെതർ ബൗണ്ടാണ് വിത്ത് ക്രോം ഇൻസേർട്സ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 ഇറങ്ങുമ്പോൾ മുതൽ ഈ ഡിസൈനാണ് ഇത്. അതേ ആ ഒരു അതിൻ്റെ മോഡേൺ ഐട്രേഷൻ ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ദിസ് ഈസ് ഫോർ ട്രിപ്പ് കമ്പ്യൂട്ടർ. നമ്മുടെ വണ്ടിയുടെ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള മെനൂസിനുള്ള ഇതാണ്. ഇത് റൈഡ് മോഡ്, ട്രാക്ക് മോഡ്. ഇതിലെ ഡ്രൈവ് മോഡ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 എപ്പിസോഡ് വേണ്ടി വരും. അത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ദെൻ യു ഹാവ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇറ്റ് ഹെൽപ്സ് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. ഓൾസോ വി ക്യാൻ സെറ്റ് ദ ഡിസ്റ്റൻസ് വി വോണ്ട് ടു മെയിൻറ്റെയിൻ. നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിയുമായിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വരെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഓഫ് കോഴ്സ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല വണ്ടി ഉപയോഗിക്കുമ്പോൾ. ബട്ട് ബ്ലൂടൂത്തിൻ്റെ ഫോൺ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ദെൻ യു ഹാവ് നമ്മുടെ വോളിയം കൺട്രോൾസ്, മറ്റേ ട്രാക്ക്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഷേക്കർ ഓഡിയോയുടെ 12 സ്പീക്കറുള്ള നല്ല അടിപൊളി ബേസും ട്രിബിളൊക്കെ കിട്ടുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റമാണ് ഇതിൽ സ്റ്റോക്കായിട്ട് തന്നെ കമ്പനിയിൽ വരുന്നത്. മസ്റ്റാങ് ഇസ് എ ഡ്രൈവേഴ്സ് കാർ. വണ്ടി ഓടിക്കാനുള്ള എന്തൂസിയാസ്റ്റിന് വേണ്ടി മാത്രമുള്ള കാറാണ്. യു ക്യാൻ യൂസ് ദിസ് ഇൻ മെനി വേസ്. ഇതിപ്പോൾ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ ഒരു 80 km/h നമുക്ക് ക്രൂസ് ഡ്രൈവ് ചെയ്ത് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് റേസ് ചെയ്യുന്ന രീതിയിൽ ഓടിച്ചു പോകാം. എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു പോകാം. അതിന് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ബട്ടൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് മോഡ് നമുക്ക് മാറ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടച്ച് ദിസ്. ഇവിടെ നമുക്ക് വണ്ടി ഉപയോഗിക്കുന്ന ഏത് മോഡിലാണെന്നുള്ള അറിയും. സ്പോർട്സ് പ്ലസ് പിന്നെ റേസ് ട്രാക്ക്, അങ്ങനെ 3 മോഡുകളാണ് നോർമലായിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നോർമൽ മോഡ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ സ്പോർട്സ് ഫീലിലാണ് പോകുന്നത്. എക്സ്ട്രീംലി റെസ്പോൺസീവ് ആണ്. സ്റ്റിയറിങ്ങിന് കുറച്ചും കൂടെ ടൈറ്റ്നെസ് ഫീൽ ആവും. ഇതിനകത്തൊരു കംഫർട്ട് മോഡ് ഉണ്ട്. കംഫർട്ട് മോഡ് മീൻസ് കുറച്ചും കൂടെ അസിസ്റ്റ് കൂടുതലുള്ള രീതിയിൽ നമുക്ക് ഓടിക്കാനൊന്നും കൂടെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞൊരു മോഡും കൂടെ ഉണ്ട്. അത് ഇസ് ഫോർ സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ദെൻ വി ഹാവ് ദിസ് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആൻഡ് ഓഫ്. ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുത്തു തുടങ്ങുമ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീലിൻ്റെ ഗ്രിപ്പ് പോകാതിരിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുകയും സ്പീഡിൻ്റെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. വൺസ് യു സ്വിച്ച് ദിസ് ഓഫ്, നമുക്ക് വി ക്യാൻ ഡു നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ടയർ സ്മോക്ക് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം വണ്ടി ഓടിക്കാം. നമ്മൾ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും വണ്ടി കറക്റ്റ് ചെയ്യുക. ഈ 2015 ശേഷമുള്ള മസ്റ്റാങ്ങുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഫോർഗിവിങ് ആയിട്ടുള്ള വണ്ടികളാണ്. നമ്മൾ എന്ത് തോന്നിവാസം കാണിച്ചാലും കുറേയൊക്കെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഈ 4 മോഡ്സും പിന്നെ ഇത് ഹസാർഡ് ലൈറ്റാണ്. വണ്ടി നിർത്തേണ്ടി വന്നാൽ വി ഹാവ് ദിസ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അത് വണ്ടി ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അധികം സ്പേസ് എന്ന് പറയുന്നത് ഈ വണ്ടീനകത്ത് ഇവർ തന്നിട്ടില്ല, തരാൻ കഴിയില്ല. ബിക്കോസ് അങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഘടന അങ്ങനെയാണ്. ഫ്രണ്ടിൽ ആ V8-ൻ്റെ എഞ്ചിന്, പിന്നെ ഗിയർ ബോക്സ്, അതിന് നേരെ ബാക്കിൽ നമ്മുടെ ഡിഫറൻഷ്യലും റിയർ വീൽ ഡ്രൈവ് സിസ്റ്റവുമുള്ള ഒരു സാധനം. അതിനൊരു അതിഭംഗിയായിട്ടുള്ള ഒരു 10-65 വർഷമായിട്ട് വലിയൊരു മാറ്റം വരാത്ത ഒരു ഷേപ്പിലുള്ള ഒരു ബോഡി, പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. മസാജിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്, വെന്റിലേറ്റഡ് ആണ്, AC ഉണ്ട്. ആൻഡ് ഈ ബോൾസ്റ്ററിങ്, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി, എസ്പെഷ്യലി സ്പോർട്സ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ്സ്. ഇഷ്ടംപോലെ എയർ ബാഗ്സ്, വളരെ സേഫ് ആയിട്ടുള്ള കാറാണ്. നമുക്ക് ക്രാഷ് പ്രൊട്ടക്ഷൻ ആവശ്യത്തിൽ കൂടുതലുള്ള കാറാണ്. നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് 64 മുതൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ള മസ്റ്റാങ്ങിൽ നിന്നുള്ള അതേ ഡിസൈൻ ഫിലോസഫി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 2 ഹുഡുകൾ ഇതിനകത്തുള്ള നമ്മുടെ ഡാഷ്ബോർഡിനകത്തുള്ള ഈ 2 ഹുഡുകൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള എല്ലാ മസ്റ്റാങ്ങിലും അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ 2 വലിയ റൗണ്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള പിന്നെ സ്പീഡോയും ടാക്കോയും.
ഇതിന് നടുവിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പിന്നെ ഡിസ്പ്ലേ ഗ്രാഫിക്സ് വരുന്ന ഒരു പിന്നെ മൾട്ടി ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഡിസ്പ്ലേ നടുവിലുണ്ട്. 2018 മുതൽ ഇത് ഫുള്ളി ഡിജിറ്റലാണ്. ഡിജിറ്റലാണ് എന്നുണ്ടെങ്കിലും അതിനകത്തും ഏകദേശം ഇതേ ഷേപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോർഡ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ AC വെൻറ്റ്സ് അന്ന് മുതൽ ഇന്ന് വരെ ഇതേപോലെ തന്നെ റൗണ്ടായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു 8.1 ഇഞ്ചിൻ്റെ ഈ ഒരു ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ തന്നെ സിങ്ക് എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളതാണ്. AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾസിൻ്റെ ബട്ടൺസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സീറ്റിൻ്റെ AC-ക്കുള്ള സെപ്പറേറ്റ് കൺട്രോളുണ്ട്. ഈച്ച് ഇൻഡിവിജ്വൽ പാസഞ്ചേഴ്സിന് അവരുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. 4 സീറ്റർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ദിസ് ഇസ് അഗെയിൻ 2+2 സീറ്ററാണ് ഈ വണ്ടി. ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവർക്ക് മാത്രമേ കംഫർട്ടുള്ളൂ. 2015 ശേഷമുള്ള മസ്റ്റാങ്ങുകൾ കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞു, ഇച്ചിരിയും കൂടെ വീതി കൂടി. സോ നമ്മൾ വാഹന എന്തൂസിയാസ്റ്റുകൾ പറയുന്ന ഇതിലുള്ള സ്റ്റാൻസ് എന്ന് പറയുന്ന മസ്റ്റാങ്ങിൻ്റെ സ്റ്റാൻസ് അതൊരു എന്താ പറയുക വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്റ്റാൻസാണ്. പിന്നെ മസ്റ്റാങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കരുത്, ഓടിക്കണം. ഇപ്പോൾ ഞാൻ ഈ ത്രോട്ടിലൊന്ന് കൊടുത്താൽ Smoke. ഫോർഡ് മസ്റ്റാങ് GT 5.0യുടെ കൂടെയാണ് നമ്മളുള്ളത്. 2017 പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മസ്റ്റാങ്ങിൻ്റെ മുഖത്ത് നോക്കിയാൽ ഏത് മോഡൽ മസ്റ്റാങ്ങിൻ്റെ മുഖത്ത് നോക്കിയാലും നമുക്കറിയാം മസ്റ്റാങ് ആണെന്നുള്ളത്. 64 മുതൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോകുന്ന വണ്ടിയാണ് മസ്റ്റാങ്. വളരെ നീളം കൂടിയ ഒരു ബോണറ്റ്, ഹുഡ്, ഓക്കെ. അതിൻ്റെ പുറകിൽ ഒരു 2+2 ഒരു പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ പുറകിൽ വളരെ ഷോർട്ട് ഒരു ഡെക്ക്, ഒരു ബൂട്ട് കമ്പാർട്ട്മെൻറ്റ്. ഇതാണ് മസ്റ്റാങ്ങിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി. പിന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പ്, ഈ ഒരു റെക്റ്റാങ്കുലർ ഹെക്സഗൺ ആയിട്ടുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പ് വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം മുതൽ ഇറ്റ് ഇസ് മസ്റ്റാങ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദ പോണി, മസ്റ്റാങ് പോണിയുടെ ഈ ഒരു ലോഗോയും. ഒരുപാട് കാലം റൗണ്ട് ഹെഡ് ലാംപ്സ് ആയിരുന്നു മസ്റ്റാങ്ങിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെ ഇപ്പോൾ വരുന്ന മോഡൽസിൽ ഇങ്ങനെയുള്ള വളരെ സ്ലീക്ക് ആയിട്ടുള്ള ചെറിയ LED ഹെഡ് ലാംപ്സോട് കൂടിയ ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് പ്ലസ് 3 LED ഹെഡ് ലൈറ്റ്സ് ഉള്ള ഡിസൈനാണ് വരുന്നത്. ആൻഡ് ദർ ഇസ് LED ഫോഗ് ലാംപ്സ് ഉണ്ട്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും മസ്റ്റാങ്ങിൻ്റെ ലുക്ക് വളരെ ഡിസ്റ്റിങ്റ്റീവാണ്. പക്ഷേ ഒരു വാഹനപ്രേമിയുടെ മനസ്സിൽ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഈ വ്യൂ, ഈ ഷാർപ്പായിട്ടുള്ള പല എന്താ പറയുക പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള അനിമൽസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഈ ഫ്രണ്ട് എൻഡ്, ഇതാണ് മസ്റ്റാങ്ങിനെ മസ്റ്റാങ് ആക്കുന്നത്. എസ്പെഷ്യലി റിയർ വ്യൂ മിററിൽ മസ്റ്റാങ് വരുന്നത് കാണുമ്പോഴും നമ്മൾ ഓവർടേക്ക് ചെയ്തൊരു മസ്റ്റാങ് പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത്രയും ഭംഗിയുള്ള ലുക്കാണ് ഈ വണ്ടിയുടേത്. ലുക്കല്ല മസ്റ്റാങ്ങിനെ മസ്റ്റാങ് ആക്കുന്നത്. മസ്റ്റാങ്ങിനെ മസ്റ്റാങ് ആക്കുന്നത് അതിൻ്റെ എൻജിനും അതിൻ്റെ സ്പീഡും അതിൻ്റെ പെർഫോമൻസുമാണ്. സോ let's see what is responsible for making this vehicle so iconic. So നമ്മുടെ മസ്റ്റാങ്ങിനെ മസ്റ്റാങ് ആക്കുന്ന 5.0 V8 കോയോട്ടി എൻജിൻ, ഫോർഡിൻ്റെ മോഡുലാർ പ്ലാറ്റ്ഫോമിൽ വരുന്ന 5.0 അത് 5 ലിറ്ററിൻ്റെ V8 എൻജിനാണ് കോയോട്ടി എന്ന് പറയുന്നത് US കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചെന്നായ കുറുക്കൻ വർഗത്തിൽപ്പെടുന്ന ഒരു അനിമലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് വെരി അഗ്രസീവ്. വളരെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഹണ്ടറാണ്. അതുകൊണ്ടായിരിക്കാം കോയോട്ടി എന്നുള്ള പേരിട്ടുണ്ട്. എനിവേയ്സ്, അമേരിക്കൻ എൻജിനുകളുടെ
കൂട്ടത്തിൽ ഏറ്റവും പേര് കേട്ട 4-5 പറഞ്ഞാൽ അതിലൊന്ന് കോയോട്ടി 5.0 ആണ്. ഓക്കെ, ആൻഡ് ഇത് അറൗണ്ട് 450+ bhp ആണ് ഈ വണ്ടിക്ക് വരുന്നത്. 440 Nm ഓഫ് ടോർക്ക്. സൂപ്പർ ചാർജർ ഇല്ല, ടർബോ ചാർജർ ഇല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ബട്ട് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വേറെയാണ്. കാരണം ഇത് കമ്പനിയിൽ നിന്നും നേരിട്ട് വരുന്ന മസ്റ്റാങ്, നോർമൽ സ്ട്രേറ്റ് ഫോർവേഡ് മസ്റ്റാങ് 5.0 ആണ്. ഷെൽബി പോലെ, ഹെന്നസിനെയൊക്കെ പോലെയുള്ള ട്യൂണിംഗ് കമ്പനീസ് ദേ ആർ റിലീസിങ് കാർസ് വിച്ച് ആർ ഡൂയിങ് മോർ ദാൻ 775 horsepower, 800 horsepower, 1000 horsepower ഒക്കെ ട്യൂൺ ചെയ്ത് ഇറക്കുന്ന വിത്ത് ഗ്യാരണ്ടി വാറൻറ്റിയോട് കൂടി വാങ്ങിക്കാൻ കിട്ടുന്ന മസ്റ്റാങ്ങുകളുണ്ട്. ചുമ്മാ നിർത്തിയിട്ട് കണ്ടാലും ഒരു 150 സ്പീഡിൽ ഓടുന്ന പോലെ ഉണ്ട് മസ്റ്റാങ്ങിനാണ്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ഹർ സ്പീഡ്സ് ഓൺ ദ റോഡ്. ഈ ഒരു ഷേപ്പ് മസ്റ്റാങ്ങിൻ്റെ 69 മുതലുള്ള ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ലുക്കാണ് ഈ കാണുന്നത്. അതായത് ബി പില്ലർ ഇങ്ങനെ ഷാർപ്പായി റേക്ക് ചെയ്ത് വന്ന് ഡിക്കുമായിട്ട് മേർജ് ആവുന്ന, ബൂട്ട്ലിഡുമായിട്ട് മേർജ് ആവുന്ന ഈ സ്റ്റൈലിനെയാണ് ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുന്ന സ്റ്റൈല്. വേറെ ചുമ്മാ നിർത്തിയിട്ടാലും ഒരുപാട് സ്പീഡിൽ പോകുന്നൊരു വാഹനത്തിൻ്റെ ഒരു ലുക്ക് കിട്ടും ഈ വണ്ടി. ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഉണ്ട് ഈ കാറിൽ. ബൂട്ടിൻ്റെ ഡിക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ലൈന് മുതൽ നമ്മുടെ ഫാസ്റ്റ് ബാക്കിൻ്റെ ഈ ലൈൻസ്, റൂഫിനകത്തുള്ള ഈ ഡബിൾ സ്കൂപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ 2 സ്ട്രൈപ്സ്, റേസിംഗ് സ്ട്രൈപ്സ് വന്നതുകൊണ്ട് ഒന്നും കൂടെ ആക്സെൻറ്റേറ്റഡ് ആയിട്ട് കാണുന്ന ഈ 2, ഇത് വണ്ടിക്കകത്ത് ഹെഡ് സ്പേസ് കൂട്ടാനും കൂടി ഉള്ളതാണെങ്കിലും ആഡ്സ് ടു ദ ക്യാരക്ടർ ഓഫ് ദ വെഹിക്കിൾ. ഈ സൈഡിലുള്ള ഈ ഷോൾഡർ ലൈൻസ്, ഈ 2 ലൈൻസ് എല്ലാം കൂടെ നിർത്തിയിടുമ്പോൾ തന്നെ ഇങ്ങനെ സ്പീഡ് പോകുന്ന വണ്ടിനെ നമ്മൾ വരയ്ക്കുന്നത് ചിത്രം വരച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട്. റൂഫിലെ ഈ ക്യാരക്ടർ ലൈൻ ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ഹുഡിനകത്തുള്ള ഈ ലൈനുമായിട്ട് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല 2-3 ഷേപ്പുകളായിട്ട് തന്നെ ബോണ്ടറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ എയർ ഇൻടേക്ക് ടു കൂൾ ദ ഇൻറ്റേർണൽസ് ഓഫ് ദ വെഹിക്കിൾ. വണ്ടീൻ്റെ അകത്തു നിന്നുള്ള ചൂട് കാറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള 2 എയർ സ്കൂപ്പുകളാണിത്. മസ്റ്റാങ്ങിൻ്റെ ഫ്രണ്ട് എൻഡിൻ്റെ അത്ര തന്നെ ഐക്കോണിക്കാണ് റിയർ എൻഡും. ഈ ഒരു ടെയിൽ ലാംപ്സിൻ്റെ ഈ ഒരു ഷേപ്പും ഈ ഒരു സ്ട്രക്ചറും അന്ന് മുതൽ ഇന്ന് വരെ നിലനിർത്തിക്കൊണ്ട് വരുന്നതാണ്. ഈ 3 ലൈറ്റ്സ്, ഈ ഒരു ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ഈസ് സോ ഐക്കോണിക്. ഇപ്പം മസ്റ്റാങ്ങിൻ്റെ ഒരു ഇലക്ട്രിക് SUV വേർഷൻ ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്, ഫോർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ഇ എന്നുള്ള പേരിൽ. അതിനകത്തും ഇതേ ഷേപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ആ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ മസ്റ്റാങ്ങിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിലനിൽക്കുന്നത് ഈ ടെയിൽ ലാമ്പിലാണ്. ആൻഡ് ഓഫ് കോഴ്സ് GT ബാഡ്ജിങ്, ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്ന, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ സ്പോർട്സ് കാർ, ടൂറിങ്ങിന് കൂടെ യൂസ് ചെയ്യാനുള്ള കാറാണെന്നുള്ളതിലേക്കാണ് GT എന്നുള്ള ബാഡ്ജിങ് വരുന്നത്. ഡിസൈൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ഓഫ് ദ റിയർ ഗ്ലാസ്, ഇത് അന്ന് മുതൽ നിലനിൽക്കുന്നതാണ്. അതും ഈ ഒരു ഷോർട്ട് ബൂട്ട് ലിഡും ഒരു റിയർ സ്പോയിലർ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദ വെഹിക്കിൾ സ്പോയിലറിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് സാധാരണഗതിയിലുള്ള വെപ്പ്. കോയോട്ടി V8ൻ്റെ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ട് വരുന്ന 2 ട്വിൻ എക്സോസ്റ്റ്, ഓക്കെ, ഇൻ ദ ബാക്ക്. പ്ലസ് ഈ ഒരു എയറോഡൈനാമിക് ഡിഫ്യൂസർ വിത്ത് എ ടെയിൽ ലാമ്പ്. ഒരു മോട്ടോർ സ്പോർട്സിൻ്റെ എല്ലാ രീതിയിലും ഉള്ള പിന്നെ ഹോമേജ് കൊടുക്കുന്ന നമ്മുടെ ഫോർമുല 1 കാർസിലൊക്കെ വരുന്ന പോലെയുള്ള ഒരു സ്റ്റോപ്പ് ലൈറ്റ് അവിടെ. ആൻഡ് ദിസ് എക്സോസ്റ്റ് ടിപ്സ് 2 മസ്റ്റാങ്ങിൻ്റെ ലോവേഡ് വൈഡൻഡ് ആയിട്ടുള്ള ഈ ഒരു ബോഡി സ്റ്റൈലിനെ ഏറ്റവും കൂടുതൽ ആക്സെൻറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ബോഡി ലൈനിൽ നിന്നും ഇങ്ങോട്ട് മാറി കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയർ ആൻഡ് വീൽസ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു സൈഡ് സ്കേർട്ട്സും അതിൻ്റെ മുകളിലുള്ള ബോഡി ലൈൻസും എല്ലാം കൂടെ ഗിവ്സ് അസ് ദാറ്റ് ആ ഒരു എന്താ പറയുക, വണ്ടിക്ക് ഒരു പ്രത്യേക ബോഡി ഷേപ്പിൻ്റെ ആ ഒരു അപ്പിയറൻസ് തന്നെ കിട്ടും. ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, വെരി ഫാസ്റ്റ്. മസ്റ്റാങ്ങിൻ്റെ 19-inch വീൽസ് വിത്ത് മസ്റ്റാങ് ലോഗോയോട് കൂടിയുള്ള 19-inch വീൽസും 255/40 ZR15 റേറ്റ് ടയേഴ്സാണ് ഇതിനകത്തുള്ളത്. ദാറ്റ് ഈസ് ലൈക്ക് 250 km/h വരെ പോയാലും ഒരു ബുദ്ധിമുട്ടും വരാത്ത വെൻറ്റസ് ടയേഴ്സാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. ആൻഡ് 14 ഇഞ്ചിൻ്റെ ഡിസ്ക് ബ്രേക്ക് വിത്ത് 6 piston കാലിപ്പർ. ഒരു വണ്ടി എത്ര സ്പീഡ് പോകുന്നു എന്നുള്ളതല്ല, ബ്രേക്ക് ചെയ്താൽ കിട്ടണം എന്നുള്ളത് മസ്റ്റാങ്ങിന് നന്നായിട്ട് അറിയാം. എക്സ്ട്രീംലി എഫക്റ്റീവ് ബ്രേക്സ് ആണ്. ദർ ആർ ഡ്രൈവ് മോഡ്സ് വേർ വി ക്യാൻ ആക്ച്വലി ഫിഡിൽ വിത്ത് ദ ബ്രേക്കിംഗ്. എങ്ങനെ ഏത് സൈഡിലേക്ക് കൂടുതൽ ബ്രേക്കിംഗ് വേണം എന്നുള്ളത് വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഈ വണ്ടിയിലുണ്ട്. ഒരു മെഗാ സീരിയൽ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന സ്റ്റോറികളെല്ലാം മസ്റ്റാങ്ങിനുള്ളത്.
നമ്മൾ ജോൺ വിക്കിലെ 3 സീരീസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മസ്റ്റാങ്. അതേപോലെ ബുള്ളറ്റിൽ കണ്ടിട്ടുണ്ട്, ഗോൺ ഇൻ 60 സെക്കൻഡ്സിൽ കണ്ടു. ഒരുപാട് മൂവീസിൽ നമ്മൾ കണ്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു വാഹനമാണ്. ഞാൻ ഓടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള വാഹനമാണ് മസ്റ്റാങ്. എനിക്കിന്നത് ചെയ്യാൻ പറ്റി. ഐ ആം വെരി ഹാപ്പി. ഒരുപാട് ഡിഫറെൻറ്റ് പവർ ട്രെയിൻസും ഒരുപാട് ഡിഫറെൻറ്റ് വേർഷൻസും ഉണ്ട് മസ്റ്റാങ്ങിന്. സോ വി വിൽ ബി ബാക്ക് വിത്ത് very many different versions of the Mustang. Till then, signing out.